ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു ഗ്രീൻ മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് താഴെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ആ ഗ്രീൻ പീസ് മസാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലത് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു ഗ്രീൻ പീസ് മസാലയാണ്. ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ തട്ടുകടയിലൊക്കെ ഒരുപാട് ഇങ്ങനെ വഴിയോരങ്ങളിലൊക്കെ ഇങ്ങനെ വിൽക്കുന്ന കാണാം. ആ ഒരു മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയൊന്നും ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണിത്. ഒരു രാത്രി ഇട്ടിട്ട് കുതിർത്ത് വെച്ചാൽ മതി. നന്നായിട്ട് പൊതരണം കേട്ടോ. ഗ്രീൻ പീസ് നന്നായിട്ട് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ കേട്ടോ. വിസിൽ കൂടി പോവരുത്, അല്ലെങ്കിൽ നമ്മൾ ചട്ടിയിലിട്ട് വേവിക്കണം. എന്തിങ്ങനെ അളിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനത്തെ രീതിക്ക് ഒരു വിസിൽ തന്നെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ബാക്കി അതിൻ്റെ ആ പ്രഷറിൽ കടന്നിട്ട് വെന്തോളൂ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഗ്രീൻ പീസിലിട്ട് ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഉടഞ്ഞു പോകാണ്ട് നമ്മൾ ശ്രദ്ധിക്കണേ. ഒരു വിസിലടിക്കുമ്പോൾ തന്നെ അത് വെന്തിട്ടുണ്ടാവും. വിസിൽ വരുമ്പോഴത്തേക്ക് ഓഫാക്കിയാൽ മതി. പിന്നെ ആ പ്രഷറിൽ കടന്നിട്ട് വെന്തോളൂ. നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് അവിടെ നിന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളിയും തക്കാളി അങ്ങനത്തെ ഒക്കെ വേണം. ഒരു തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു 2-3 ഇതിൽ വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ വേണം. പിന്നെ ഒരു 2 പച്ചമുളകും ഒരു സവാളയാണ് എടുത്തിട്ട് നമ്മൾ എടുക്കുന്ന ഗ്രീൻ പീസിനനുസരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. നമ്മൾ മീൻ വന്നിട്ട് അത് എന്തൊക്കെയാന്ന് പേരൊക്കെ ചോദിക്കുകയാണ്. പച്ചക്കറികളുടെ പേരൊക്കെ ചോദിക്കുകയാണ് അരിഞ്ഞ് വെച്ചതുകൊണ്ട്. എല്ലാം വന്നിട്ട് പച്ചമുളകാണോ ഇഞ്ചിയാണോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. പിന്നെ അതിലേക്കൊരു 4 മുട്ട വേണം. നമ്മൾ ഗ്രീൻ പീസ് എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ കുറച്ച് കൂടുതലായിട്ട് വേണം മുട്ട എടുക്കാൻ. ഞാനൊരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഗ്രീൻ പീസ് ഇതവിടെ വെന്തിട്ട് അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉടഞ്ഞൊന്നും പോയിട്ടില്ല, പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് വെള്ളം കളഞ്ഞിട്ട് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഗ്രീൻ പീസ് പിന്നെ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുക. കുറേ നേരം ചൂടുള്ള വെള്ളത്തിലിട്ട് വെക്കരുത്, വെന്ത് പോകും. പിന്നെ നമുക്കൊരു വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വെളുത്തുള്ളീൻ്റെ ഒരു പച്ചക്കുത്തൊന്ന് പോകുന്ന വരെ മാത്രം വാട്ടിയാൽ മതി. കുറേ നേരം വാട്ടി കൊടുക്കരുത്. ഒരു 5 മിനിറ്റ് ഒന്ന് അതിൻ്റെ ഒരു മണം ഒന്ന് പോകുന്ന വരെ മാത്രം വാട്ടി കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ആ സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഉള്ളിയൊക്കെ അങ്ങനെ വാടി ഇങ്ങനെ കുഴഞ്ഞൊന്നും പോകണ്ട. ഉള്ളിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് പോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി. കുറച്ച് സമയം മാത്രം വാട്ടി. നമ്മൾ കറിക്കൊക്കെ പറഞ്ഞാൽ കൂടുതൽ സമയം ഇങ്ങനെ വാടി പോകരുത്. ഒന്ന് വാട്ടിയെടുക്കാം. നമുക്കതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് നന്നായിട്ട് മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നാല് മുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ള 4 എണ്ണം പൊട്ടിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. മുട്ടയിൽ ഉപ്പൊന്നും ചേർക്കണ്ട. മുട്ട വെറുതെ ഉപ്പൊന്നും ഇടാതെ നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. മുട്ടേൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോകണം. ഉള്ളി ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ട് 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ഗ്രീൻ പീസിൽ മഞ്ഞൾപ്പൊടി ഇട്ടേ കൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു എരിവനുസരിച്ച് പച്ചമുളക് ഇട്ടേ കൊണ്ട് അതിൻ്റെ എരിവനുസരിച്ചിട്ട് ഒരു നുള്ളു മുളക് പൊടി,
കുറച്ച് ഗരം മസാല, എല്ലാ പൊടികളുടെ അളവ് കുറച്ചിട്ട് കൊടുത്താൽ മതി, എരിവ് കൂടി പോകരുത്. അതിൽ കുറച്ച് മുന്നിട്ടൊക്കെ കുരുമുളകാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മസാല, എനിക്ക് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് മാത്രമാണെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ കുറച്ചൊരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി വേണ്ടാത്തവരാണെങ്കിൽ ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടി ഇട്ടാൽ മതി. എന്നിട്ട് ഈ പൊടികളുടെ ഒന്ന് പച്ചമണം മാറുന്ന വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറേ നേരം ഒന്ന് വാട്ടിയെടുക്കണ്ട. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. എന്നിട്ട് ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഉള്ളിയിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണേ. ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിടണം, എന്നാലേ ഗ്രീൻ പീസിൽ ഉപ്പ് പിടിക്കുള്ളൂ. അത് നന്നായിട്ടൊരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് ഗ്രീൻ പീസിൽ പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ ആ മുട്ട ഇളക്കി വെച്ച മുട്ട നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കരുത്. ഒന്ന് സൈഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ മുട്ട ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ മുട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും. കുറച്ച് മുട്ട ഇങ്ങനെ കടിക്കാൻ കിട്ടണമെങ്കിൽ ഒരു 5 മിനിറ്റ് മുട്ട അതിൽ കിടന്ന് ഒന്ന് വേവണം. മുട്ട വെന്ത് കഴിയുമ്പോൾ നമ്മളെല്ലാം കൂടെ ഇട്ടിട്ട് കുത്തി ഇളക്കരുത്. ഒരു സൈഡിൽ നിന്ന് മാത്രം ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് അങ്ങനെ വേവിക്കുക. ഈ ഗ്രീൻ പീസിൻ്റെ മേലേക്ക് ആ മുട്ടയെന്നാവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇളക്കി കൊടുത്തത്. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ അങ്ങനെ വേവിച്ചെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേവിക്കണം. തീ കൂട്ടിയിട്ട് അടി കരിച്ചൊന്നും പോകരുത്. എന്നിട്ട് ഓരോ സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടി മാത്രം ഒന്ന് ഇങ്ങനെ കുത്തി ഇളക്കി കൊടുക്കുക. മുട്ട ഇങ്ങനെ വല്ലം പൊടിഞ്ഞു പോകരുത്. അങ്ങനത്തെ രീതിക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് മുട്ടേൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ആവട്ടെ. മുട്ട ഒഴിച്ചാൽ പിന്നെ കുറച്ച് നേരം കൊണ്ട് തന്നെ ആകും. നമ്മൾ ഇനി എണ്ണ ഒന്നും അങ്ങനെ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ആദ്യം ഒഴിച്ചാൽ എണ്ണ തന്നെ മതിയാവും കേട്ടോ. അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തിയിട്ട് ഇളക്കി കൊടുക്കണം. ഒന്നായിട്ട് ഇട്ടിട്ട് കുത്തി ഉടയ്ക്കാണ്ട് ഇളക്കി കൊടുത്താൽ തന്നെ വേഗമാവും, പെട്ടെന്നാവും കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഈ മുട്ട മസാല കഴിക്കാൻ, ഗ്രീൻ പീസ് മസാല കഴിക്കാനായിട്ട്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ ടേസ്റ്റാണ്. നമുക്കിത് ഒരു വട്ടം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നത്. നമുക്ക് വെറുതെയും കഴിക്കുക, പിന്നെ ചപ്പാത്തീൻ്റെ കൂടെ കൂട്ടി കഴിക്കുക. നന്നായിട്ട് ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. നമ്മൾ ഈ തട്ടുകടയിൽ നിന്നൊക്കെ ഒരു മണം വരില്ല, വഴിയോരത്ത് നിൽക്കുമ്പോൾ നല്ലൊരു മണം വരും, അതേപോലത്തെ മണമാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ വേണമെങ്കിൽ കുരുമുളക് പൊടി എരിവ് കുറവാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയത്തൊന്ന് കുരുമുളകും കൂടെ ഇട്ടിട്ട് ഇളക്കണം. ഈ സമയത്ത് നമ്മൾ വേറെ പൊടിയും ചേർക്കരുത്. കുരുമുളക് വേണമെങ്കിൽ മാത്രം കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ സൈഡും ഒന്ന് ഇളക്കി കൊടുക്കണം സ്റ്റവ് ഓഫ് ചെയ്തിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് മല്ലിയില ഇടറാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ കറിവേപ്പില ഇടണ്ട, മല്ലിയില മാത്രം ഇട്ട് കൊടുത്താൽ മതി. കറിവേപ്പിലൊക്കെ നമ്മൾ ആ ഉള്ളി വാട്ടുമ്പോൾ തന്നെ ഇടണേ. ഇത് കഴിക്കുമ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് പച്ചയുള്ളിയും കൂടി വിതറിയിട്ട്, വേണ്ടവർക്ക് മാത്രം കുറച്ച് പച്ചയുള്ളി വിതറിയിട്ട് കഴിക്കുക. ഉപ്പൊന്ന് നോക്കുന്നുണ്ട്, ഉപ്പ് എരിവൊക്കെ ഒന്ന് ഉണ്ടോ നോക്കുന്നുണ്ട്. ഉപ്പ് എരിവൊക്കെ കറക്റ്റാണ്. നമുക്ക് ഇതിന് മേലെ മല്ലിയില മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം, ഷെയറും ലൈക്കും ചെയ്യണേ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. നമ്മളിതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.